തീർച്ചയായും മറ്റൊരു വാർത്ത കൂടി ഉള്ളത് ഈ ആലുവയിലെ ഗുണ്ട ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. അശ്വതി, ആലുവ ശ്രീമൂല നഗരത്തിൽ ഗുണ്ട ആക്രമണത്തിൽ മുൻ പഞ്ചായത്ത് അംഗത്തിന് വരെ വെട്ടേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആക്രമണത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തെത്തിയിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആലുവ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഗുണ്ട ആക്രമണം, ഗുണ്ടകളുടെ പെരുക്കമൊക്കെ ഉണ്ടോ? അജിംഷാദ്, ഇത് ഇന്നലെ രാത്രി 10:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു കാറിൽ വന്ന 6 അംഗ സംഘമാണ് ഇത്തരത്തിൽ ഈ കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് അംഗവുമായ സുലൈമാനെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ പരിക്കേറ്റ് രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റിക കൊണ്ട് സുലൈമാന്റെ തലയ്ക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു. തുടർന്ന് നെഞ്ചിൽ ചവിട്ടുകയും വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹം ഈ സുലൈമാൻ നിലവിൽ വെന്റിലേറ്ററിലാണ്. ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു തർക്കം ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് ഒരു തർക്കം നിലനിന്നിരുന്നു. അതാണ് ഈ ആക്രമണത്തിന് കാരണമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പോലീസ് കേസെടുത്ത് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ആയിരിക്കും ഔദ്യോഗികമായി അറിയിക്കുക. ഈ സുലൈമാൻ അടക്കം 4 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇദ്ദേഹത്തെയും അതുപോലെ തന്നെ മറ്റ് ആളുകളെയും കാരോത്തുകുഴി ആശുപത്രിയിലും മറ്റുമായിട്ടാണ് മറ്റുള്ളവരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ഈ ഗുണ്ടാക്രമണത്തിന് പിന്നിൽ ആരാണ്? ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്? അശ്വതി, തീർച്ചയായിട്ടും അവിടെ ഒരു നേരത്തെ തന്നെ ഒരു പ്രദേശത്ത് ഒരു തർക്കം നിലനിന്നിരുന്നു എന്നാണ് പോലീസിന്റെ വിശദീകരണം. അതിൽ കൂടുതൽ കാര്യങ്ങൾ നിലവിൽ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും തർക്കങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിൽ ഗുണ്ട ആക്രമണം ഉണ്ടായത്. അതിന്റെ പകയായിരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതികളിലേക്ക് നേരിട്ട് പോലീസിന് എത്താൻ സാധിക്കുന്നതേ ഉള്ളൂ. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുണ്ട്. എന്തായാലും അത് അല്പസമയത്തിനുള്ളിൽ തന്നെ റൂറൽ പോലീസ് അത് നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനെ അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് അംഗത്തെയും റോട്ടിലൊക്കെ നേരിട്ട് ഒരു ഗുണ്ടകൾ ആക്രമിക്കുക, കാറിലെത്തി സംഘം ചേർന്ന് ആക്രമിക്കുക എന്ന് പറയുന്നത് അത്ര സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജംഷാദ്, ശരി, അശ്വതിയാണ് ഇതിലെ വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകി.